നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മൈനർ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും അതുപോലെ തന്നെ മൈനർ അക്കൗണ്ടിന്റെ പ്രത്യേകതകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ലോങ് ടൈമിൽ നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയായിരിക്കാം. നമ്മൾ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ETF-ലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ട്രേഡ് ചെയ്യുന്നവരുമായിരിക്കും. അപ്പം നമ്മുടെ കുട്ടികളെ കൂടി ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പഠിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് മൈനർ അക്കൗണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മൾ തന്നെയായിരിക്കും പ്രാക്ടിക്കലായിട്ട് അവരെ ചെയ്ത് പഠിപ്പിക്കുന്നത്. ഒരിക്കലും അവർക്ക് ഫുൾ പെർമിഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നഷ്ടത്തിലേക്ക് പോകാതെ സ്ട്രിക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് അവരെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൈനർ അക്കൗണ്ടിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മുടെ കയ്യിൽ പേരൻസ് ഒരു അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ഒരു മൈനർ അക്കൗണ്ട് എടുക്കാം. അതിനുശേഷം നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്ത് അവരെ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി കുറച്ച് മൈനർ അക്കൗണ്ടിന്റെ കുറച്ച് പ്രത്യേകതകളാണ് ഞാൻ 1 by 1 ആയിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മൈനർ അക്കൗണ്ടിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മൈനർ അക്കൗണ്ടിന്റെ ഫുൾ കൺട്രോള് പേരന്റിന്റെ കയ്യിലായിരിക്കും. ഒരിക്കലും നമുക്ക് മൈനർ അക്കൗണ്ട് വഴി നേരിട്ട് സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ടും ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് പേരന്റ് ഒന്നുകിൽ സ്റ്റോക്സ് ഒക്കെ വാങ്ങി മൈനറിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മൈനർ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും, ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു തരാൻ പറയാൻ പറ്റും. ആ ഒരു സമയത്ത് പേരന്റ് ആയിരിക്കും മൈനറിന് വാങ്ങിക്കൊടുക്കുന്നത്. അതുപോലെ തന്നെ മൈനറിന് അവര് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെല്ല് ചെയ്യാൻ പറ്റും. ഹോൾഡിംഗ് സെല്ല് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഒരിക്കലും ഡയറക്റ്റ് ബൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല മൈനർ അക്കൗണ്ട്. അതുപോലെ തന്നെ ഇൻട്രാഡേ ആൻഡ് F&O അലൗഡ് അല്ല മൈനേഴ്സിന്. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും അവരുടെ ഏജും കൂടെ കുറച്ച് മുകളിലേക്ക് വന്ന് 20 വയസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് പതുക്കെ ഇൻട്രാഡേയിലും ഫ്യൂച്ചറിലേക്കും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മൈനർ അക്കൗണ്ട് കൺവേർട്ട് ചെയ്ത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആക്കി മാറ്റി അവർക്ക് F&Oയും ഇൻട്രാഡേ ഒക്കെ എനേബിൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്, മൈനർ അക്കൗണ്ടിന് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഇല്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് ഒരു മൈനർ അക്കൗണ്ട് എടുക്കുന്ന അക്കൗണ്ടിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ മൈനർ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. ഇപ്പൊ മൈനറിന്റെ പാൻ വേണം, മൈനറിന്റെ ആധാർ കാർഡ് വേണം, അതുപോലെ തന്നെ മൈനറിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ഫോട്ടോ വേണം, അതുപോലെ തന്നെ മൈനറിന്റെ ക്യാൻസൽഡ് ചെക്ക് വേണം. അപ്പം ഇൻ കേസ് ഫാദർ അല്ല ഗാർഡിയൻ ആണ് ഉള്ളതെങ്കിൽ, ഫാദർ മദറിന്റെ അല്ല ഗാർഡിയൻ ആണ് ഉള്ളതെങ്കിൽ ഗാർഡിയൻ ലെറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഗാർഡിയന്റെ പാൻ ഉണ്ടായിരിക്കണം, ഗാർഡിയന്റെ അഡ്രസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഗാർഡിയന്റെ സിഗ്നേച്ചർ ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു മൈനർ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്. ഇനി നമ്മളപ്പം ഇന്ത്യയിലെ ലാർജസ്റ്റ് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഒന്നായിട്ടുള്ള സെറോദയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്നുള്ള പ്രൊസീജിയറാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ആ ഒരു പേജിലേക്ക് വരും. അതിൻ്റെ അകത്ത് കണ്ടിന്യൂ വിത്ത് കൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇവിടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ അല്ലെങ്കിൽ ഗാർഡിയനായിട്ട് ആരാണോ നിൽക്കുന്നത് അവരുടെ പേരിൽ ഒരു സെറോദയുടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ കുട്ടികളുടെ പേരിൽ നമുക്ക് മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കത്തുള്ളൂ. ഇൻ കേസ് അച്ഛൻ്റെ അമ്മയുടെ പേരിൽ സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി ആദ്യമേ അവരെ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. അതിനുശേഷം കുട്ടികളുടെ മൈനർ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നോക്കുക. അപ്പം അക്കൗണ്ട് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ആരുടെയാണോ അവരുടെ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്ത് ആ സെറോദയ കൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി വരും. താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൈനറിൻ്റെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു OTP വരും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും മൈനറിൻ്റെ മൊബൈൽ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മൈനറിൻ്റെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും മൈനറിൻ്റെ ഇമെയിൽ ID വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി മൈനറിൻ്റെ പാൻ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് മൈനറിൻ്റെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഡിജി ലോക്കറിലേക്ക് പോകാം. കണ്ടിന്യൂ ടു ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മൈനറിൻ്റെ ആണ് അടിക്കേണ്ടത്. അതിനുശേഷം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക.
അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആധാർ, പാന് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിജി ലോക്കറിൽ എടുക്കും. അതിനുവേണ്ടി നമ്മളൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിന്നാണ് ഡിജി ലോക്കറിൻ്റെ. അത് അറിയത്തില്ലാത്തവരാണെങ്കിൽ ഇവിടെ ഫോർഗോട്ട് മൈ പിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പുതിയ പിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ഇത് വീണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സൈൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറോദയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഡിജി ലോക്കറിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പ്രൊഫൈൽ സെക്ഷനിലേക്ക് വന്നു. കുട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടിയുടെ മൈനറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ ഇതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് മൈനറിൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു വെബ്കാം IPV വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി അച്ഛനും കുട്ടിയും, അതായത് ഗാർഡിയനും കുട്ടിയും ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് എടുത്തതിന് ശേഷം ഇവിടെ ക്യാപ്ചർ എന്ന് പറഞ്ഞ് ക്ലിക്ക് എടുക്കുക. അതുപോലെ തന്നെ നമ്മളിനി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ മൈനറിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അഡ്രസ് പ്രൂഫ്, ഗാർഡിയൻ സിഗ്നേച്ചർ, പാന്, ആധാർ, ബാക്കിയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോമിനി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒന്നുകിൽ നമുക്കിവിടെ ആഡ് നോമിനിയെ കൊടുത്ത് ആഡ് ചെയ്യുക ഇപ്പോൾ തന്നെ നോമിനി, അല്ലെങ്കിൽ സ്കിപ്പ് ടു സൈൻ നൗ എന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്യൂച്ചറിലാണെങ്കിൽ നോമിനി ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാക്സിമം നോമിനി ആഡ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകാൻ നോക്കുക. അപ്പം അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സൈൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്ത് പ്രൊസീഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരും. വെരിഫൈ OTP ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സൈൻ ആയിട്ടുണ്ട്. ഇനി ഫിനിഷ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത് അവർക്ക് സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഇനി ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമെയിലായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് മൈനറിൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം അത് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലോ ക്രിപ്റ്റോ മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വിംഗ് ട്രേഡിങ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ട്രേഡിങ് ക്യാപിറ്റൽ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകളുണ്ടാകും. ബിഗിനർ ആണെങ്കിലും കുറച്ച് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ലോസിൽ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതിനുശേഷം നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാനൊരിക്കലും ഒരു സിബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് വെരിഫിക്കേഷൻ നടന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമുക്ക് ഇമെയിലായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം അത് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.